ഹായ് ഓൾ, വെൽക്കം ടു ഗ്യാൻ. നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സിലാണ് നിങ്ങളെ ഇവരിപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിന് ഒരു A+ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടെ കൂടിയോ നമുക്കൊരു A+ ആയിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ട ചാപ്റ്ററുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കീപ്പിംഗ് ഡിസീസസ് എവേ. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോൾ കുറേ കണ്ടന്റ് പഠിച്ചിട്ടുണ്ടാവും. ആ പേജ് ടു പേജ് കുറേ സാധനങ്ങൾ ആകെ ബോറായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ബാക്ടീരിയൽ ഡിസീസിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ബാക്ടീരിയൽ ഡിസീസിൽ വരുന്ന ഡിഫ്തീരിയ, TB, ട്യൂബർകുലോസിസ്, റാറ്റ് ഫീവർ, ഇതിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് വൈറസിനെ പറ്റിയിട്ടാണ്. 3 വൈറൽ ഡിസീസുകൾ, നിപ്പ, എയ്ഡ്സ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ്, ഇതിനെ പറ്റിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ദെൻ പ്രോട്ടോസോവൻ ഡിസീസ് ആയിട്ടുള്ള മലേറിയയെ പറ്റിയിട്ട് നമ്മൾ പഠിക്കും. അതേപോലെ ഫംഗൽ ഡിസീസുകളായിട്ടുള്ള അത്ലറ്റ്സ് ഫുട്ട്, അതേപോലെ തന്നെ റിംഗ് വോം, ഈ 2 ഡിസീസുകളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ ഫൈലേറിയൽ വേമിലും ഉണ്ടാകുന്ന ഫൈലേറിയാസിസിനെ പറ്റിയിട്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ബാക്ടീരിയൽ ഡിസീസിലേക്ക് പോകാം. അവിടെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഡിസീസാണ് റാറ്റ് ഫീവർ അഥവാ ലെപ്റ്റോസ്പൈറോസിസ്. അല്ലെ, റാറ്റ് ഫീവറിന്റെ സയന്റിഫിക്കലി നമ്മൾ വിളിക്കുന്ന പേരാണ് ലെപ്റ്റോസ്പൈറോസിസ്. ഈ പേര് നോക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, ലെപ്റ്റോസ്പൈറോസിസ്, റാറ്റ് ഫീവർ. എന്തുകൊണ്ടായിരിക്കും ആ ഒരു പേര് വന്നിട്ടുണ്ടാകുക? ലെപ്റ്റോസ്പൈറോസിസ് എന്ന പേര് വരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയൽ ഡിസീസ് ഉണ്ടാകുന്നത് കോസ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ലെപ്റ്റോസ്പൈറയെ കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത്. സോ ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ് നമ്മുടെ റാറ്റ് ഫീവറിന് കാരണമാകുന്നത്. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ബാക്ടീരിയ ഉണ്ടല്ലോ ലെപ്റ്റോസ്പൈറ നമ്മുടെ ശരീരത്തിൽ കയറി ബൈനറി ഫിഷൻ വഴി സ്പ്ലിറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ബൈനറി ഫിഷൻ എന്താണെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ മുൻപ് പഴയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ബൈനറി ഫിഷൻ, അമീബയുടെ ബൈനറി ഫിഷൻ, ഒരു ഓർഗാനിസം സ്പ്ലിറ്റ് ചെയ്ത് 2ആയിട്ട് പോയി പുതിയൊരു ഓർഗാനിസം ആകുന്ന ഒരു കൺസെപ്റ്റ് മുമ്പ് പഠിച്ചിട്ടില്ലേ? അതാണ് ബൈനറി ഫിഷൻ. ആ ബൈനറി ഫിഷൻ അന്ന് അമീബയിലാണ് നമ്മൾ പഠിച്ചത്. ഇത് നമ്മൾ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറഞ്ഞ് ലെപ്റ്റോസ്പൈറയാണ് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. അതുമൂലമാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? റാറ്റ് ഫീവർ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ഈ ലെപ്റ്റോസ്പൈറ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും നമ്മുടെ സെല്ലുകളെയും മറ്റും ഡിസ്ട്രോയ് ചെയ്യുകയും അതുമൂലമാണ് നമ്മുടെ എലിപ്പനി എന്ന് പറയുന്ന റാറ്റ് ഫീവർ ഉണ്ടാകുന്നത്. ഓക്കെ, ഈ ബാക്ടീരിയ എങ്ങനെ നമ്മുടെ ഉള്ളിൽ കയറുക? ഈ ബാക്ടീരിയ നമ്മുടെ ഉള്ളിൽ വരുന്നതിന് കാരണം നമ്മൾ റാറ്റ് അല്ലെങ്കിൽ ഡോഗ്, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റു ചില അനിമലുകളുടെ യൂറിൻ വഴി നമ്മുടെ ബോഡിയിലേക്ക് എത്തും. നമ്മുടെ മേത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് കയറണം അല്ല, നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകളൊക്കെ ഉണ്ടാകുമല്ലോ, ആ മുറിവുകളുമായിട്ട് നമ്മൾ ഏതെങ്കിലും അഴുക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ആ യൂറിനിൽ കൂടി ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് കയറും. അങ്ങനെയാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? എലിപ്പനി ഉണ്ടാകുന്നത്. ഈ കാണിച്ചതാണ് ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ. നിങ്ങൾ ഈ ഇമേജ് കണ്ട് നിങ്ങൾക്ക് നല്ല പരിചയം എന്തായാലും ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇനി അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വൂണ്ടുകളിൽ കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന ബാക്ടീരിയ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അത് നമ്മുടെ ഉള്ളിൽ കയറി പല ടോക്സിൻസ് ഉണ്ടാക്കുന്നത് മൂലമാണ് നമുക്ക് റാറ്റ് ഫീവർ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവർ ഉള്ളിൽ കയറിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയണ്ടേ? ഈ ബാക്ടീരിയ ഉള്ളിൽ കയറിയ ശേഷം ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ് ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മുൻപ് ബയോളജിയിൽ, നമ്മുടെ ശരീരത്തിനകത്തുള്ള ആർട്ടറീസും വെയിൻസും കാപ്പിലറീസും ഒക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിനെ ഡാമേജ് ചെയ്യുകയും അത് എന്തിലേക്ക് നയിക്കുന്നതോ ഇന്റേണൽ ബ്ലീഡിങ്ങിലേക്ക് നയിക്കും. നമ്മുടെ ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ടാകുകയും തന്മൂലം ബാക്കി കുറെ അധികം മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് നടക്കും. ഇതിന് സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. കാര്യം നമ്മൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും ചിലപ്പോൾ ഡോക്ടർ ആകാനൊക്കെ. അപ്പൊ നമ്മളൊരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുന്നിലേക്ക് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവർ കുറെ സിംറ്റംസേ പറയത്തുള്ളൂ. അവരൊരിക്കലും വന്നിട്ട് എനിക്ക് റാറ്റ് ഫീവർ ആണ് എന്ന് പറഞ്ഞിട്ടല്ലായിരിക്കും വരുന്നുണ്ടാകുക. മറിച്ച് എനിക്ക് ഇന്ന സിംറ്റംസ് ഉണ്ട് എന്നായിരിക്കും നമ്മളോട് പറയുന്നത്. നമ്മൾ ആരെങ്കിലും നമ്മളോട് ഒരാൾ വന്നിട്ട് പറയുകയാണ്, എനിക്ക് ഭയങ്കരമായിട്ടുള്ള പനിയുണ്ട്, സിവിയർ ആയിട്ടുള്ളൊരു ഫീവർ ഉണ്ട്, തലവേദനയുണ്ട്, ഹെഡേക്ക് ഉണ്ട്, മസിൽ പെയിൻ ഉണ്ട്, അതേപോലെ കണ്ണിൽ ഭയങ്കര ചുവപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പം എന്തിനു സംശയിക്കാം? റാറ്റ് ഫീവറിനെ നമുക്ക് സംശയിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ റാറ്റ് ഫീവറിന്റെ മേജർ സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ റാറ്റ് ഫീവർ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് ക്യൂറബിൾ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ റാറ്റ് ഫീവർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഡിസീസാണ് ഡിഫ്തീരിയ. എന്താണ് ഡിഫ്തീരിയ? ഡിഫ്തീരിയയെ നമുക്ക് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ റാറ്റ് ഫീവർ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്തതെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ഡിഫ്തീരിയ എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതെന്ന് അറിയുമോ? ഒന്ന് നമ്മുടെ ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ തുമ്മുമ്പോൾ, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഡിഫ്തീരിയ ബാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് പേഴ്സൺ ടു പേഴ്സൺ കോൺടാക്റ്റിൽ ബാധിക്കുന്ന ഒരു ഡിസീസാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഡിഫ്തീരിയ എന്തിനെ അഫക്ട് ചെയ്യുന്നതെന്ന് അറിയാമോ?
ഡിഫ്തീരിയ അഫക്ട് ചെയ്യുന്നത് നമ്മുടെ മ്യൂക്കസ് മെമ്പറൈനെയാണ്. നോസിന്റെയും ത്രോട്ടിലെയും നമ്മുടെ മൂക്കിലും തൊണ്ടയ്ക്കും ഒക്കെയുള്ള മ്യൂക്കസ് മെമ്പറൈനുകൾ ഉണ്ട്. ഓക്കെ, ആ മ്യൂക്കസ് മെമ്പറൈനെയാണ് ഡിഫ്തീരിയ ബാധിക്കുന്നത്. ഇതിന് നമ്മൾ ഏത് പാത്തജൻ ആണ് ഇതിന് കാരണക്കാരനായിട്ടുള്ള ബാക്ടീരിയ ഏതാണെന്ന് അറിയണം. നമുക്ക് അറിയാം ഡിഫ്തീരിയ എന്നുള്ള പേരുള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കിട്ടും ഡിഫ്തീരിയ എന്ന് കണ്ടു കഴിഞ്ഞാൽ. ഈ റെഡിൽ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് ശ്രദ്ധിച്ചോ, ഡിഫ്തീരിയ. കോണി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന പേര് കണ്ടു കഴിഞ്ഞാൽ ഇത് മൂലം എന്ത് അസുഖം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും ഓക്കെ ഡിഫ്തീരിയ ആണെന്ന്. പക്ഷേ ഇപ്പുറത്തെ സാധനം ഇതാണ് ഇമ്പോർട്ടന്റ്, കോണി ബാക്ടീരിയം ഡിഫ്തീരിയ. ഇതാണ് നമ്മുടെ ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന പാത്തജൻ എന്ന് പറയുന്നത്. സോ കോണി ബാക്ടീരിയം ഡിഫ്തീരിയ ഒരു കാരണവശാലും മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഫ്തീരിയെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ബാക്ടീരിയയുടെ പേര് എഴുതിയിരിക്കണം. റൈറ്റ്. ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ കാരണം നമുക്ക് എന്തൊക്കെ സംഭവിക്കും? ഫീവർ. ഇനി നിങ്ങളുടെ മുന്നിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പേഷ്യൻസ് വരികയാണെങ്കിൽ അവർക്ക് നല്ല പനിയുണ്ട്, അതേപോലെ നല്ല തൊണ്ടവേദനയുണ്ട്, ത്രോട്ട് പെയിൻ ഉണ്ട്, അതേപോലെ ലിംഫ് ഗ്ലാൻഡുകളിലൊക്കെ വീക്കമുണ്ട്, ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോണം ഡിഫ്തീരിയ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്തോണം? ഓർത്തോണം. റൈറ്റ്. നെക്സ്റ്റ്, ഇനി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഇമേജ് നിങ്ങൾ ഒരു പക്ഷേ സ്കൂളിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇയാളുടെ തൊണ്ടയെന്ന് നോക്കിയേ, ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? ഒരു കളേർഡ് മെറ്റീരിയൽ ഇവിടെ വന്ന് കിടക്കുന്നത് കണ്ടോ? ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടോക്സിൻസ്, നമ്മുടെ ഈ പറയുന്ന കോണി ബാക്ടീരിയം ഡിഫ്തീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് ഇവിടെ വന്ന് നമ്മുടെ സെല്ലിന്റെ മ്യൂക്കസ് മെമ്പറൈനിൽ ഡിസ്ട്രോയ് ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് ഒരു ആഷ് കളഞ്ഞിട്ട് ഒരു ചാര കളറായിട്ടുള്ള ഒരു തിക്ക് കോട്ടിങ് നമ്മുടെ ത്രോട്ടിൽ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അടുത്തതായിട്ട് നമ്മുടെ ത്രോട്ടിനെ ബാധിച്ചു, അത് കഴിഞ്ഞാൽ പയ്യെ ഇത് ബ്രെയിനിനെ ബാധിക്കാൻ തുടങ്ങും, ദെൻ ഹേർട്ടിനെ ബാധിക്കും, ദെൻ കിഡ്നീസിനെ ബാധിക്കും. സോ ഇങ്ങനെയാണ് നമ്മുടെ ഡിഫ്തീരിയ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അൺഇൻഫെക്റ്റഡ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ആന്റി ടോക്സിനുകളും ഉപയോഗിക്കാനായിട്ട് കഴിയും. സോ ആന്റി ടോക്സിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ പേഷ്യന്റിനെ രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ വളരെ അധികം ഈ ഡിസീസ് കുറച്ചും കൂടെ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കേഷൻ കൊണ്ട് മാത്രമൊന്നും രക്ഷപ്പെടുത്താൻ പറ്റി എന്ന് വരത്തില്ല. സോ അതുകൊണ്ടാണ് ഡിഫ്തീരിയ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അസുഖമാണെന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് ഇതിനെ ഒഴിവാക്കാനായിട്ട് വാക്സിനേഷൻ എടുത്താൽ മതി. ഒരു പക്ഷേ കോവിഡിനൊക്കെ നമ്മൾ വാക്സിനേഷൻ ഒക്കെ എടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്കൊരു ധാരണയുണ്ട് എന്താണ് വാക്സിനേഷൻ എന്നുള്ളത് അല്ലെ. കോവിഡിന് മാത്രമല്ല, അതിനു മുമ്പ് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ പല വാക്സിനേഷനുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തിട്ടുണ്ട്. സോ വാക്സിനേഷൻ ആണ് ഇതിന്റെ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രിവെന്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഡിഫ്തീരിയയെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. എന്ന് മൊത്തത്തിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കോണി ബാക്ടീരിയം ഡിഫ്തീരിയയാണ് ഈ അസുഖം ഉണ്ടാക്കുന്നത്. ഫീവർ, ത്രോട്ട് പെയിന്, ലിംഫിലുള്ള ഇൻഫ്ലമേഷൻസ് ഇതൊക്കെ കാണാനായിട്ട് സാധിക്കും. ഭയങ്കരമായിട്ടുള്ള ചുമ, സ്നീസിങ്, തുമ്മല് ബാധിച്ച മറ്റൊരാളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് ബാധിക്കുക. നോസിനെയും ത്രോട്ടിനെയുമാണ് അഫക്ട് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ് വാക്സിനേഷൻ ആണ്. ഏത് വാക്സിനാണ് എടുക്കുന്നത്? എടുക്കുന്ന വാക്സിനാണ് DTP. എന്താണ് DTP എന്താണെന്നുള്ളത് നമുക്ക് വരുന്ന വഴിക്ക് കാണാം എന്താണ് DTP എന്നുള്ളത്. ഓക്കെ, നമുക്കിനി അടുത്തതായിട്ട് അറിയേണ്ട മറ്റൊരു ഡിസീസ് ആണ് ട്യൂബർകുലോസിസ് അഥവാ TB. ട്യൂബർകുലോസിസ് എന്താണ് ഈ TB അഥവാ ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത്? നമ്മൾ മിക്കവാറും കേട്ടിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ അവിടെ ഇതിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അവിടെ കണ്ട TB എന്ന് പറയുന്ന ക്ഷയം എന്ന് പറയുന്ന ട്യൂബർകുലോസിസിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം, ഇത് കോസ് ചെയ്യുന്ന ബാക്ടജൻ എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്നുള്ള ബാക്ടീരിയയാണ് നമ്മുടെ ട്യൂബർകുലോസിസ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ്, നമ്മൾ വീണ്ടും ഡോക്ടർ ആവുകയാണ്, നമ്മളോട് ഒരു പേഷ്യന്റ് വന്നിട്ട് പറയുകയാണ് എന്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറയുന്നു, ലോസ് ഓഫ് ബോഡി വെയിറ്റ് ഉണ്ട്, ഫാറ്റിക്, ഭയങ്കര ക്ഷീണമുണ്ട്, ഭയങ്കര ചുമയുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലായിക്കോണം ഇത് എന്തിന്റെ സിംറ്റം ആണെന്നുള്ള കാര്യം. ട്യൂബർകുലോസിസ് അഥവാ TBയുടെ ലക്ഷണമാണെന്നുള്ള കാര്യം നമ്മൾ ഓർത്തോണം. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? സംസാരിക്കുമ്പോഴും കഫ് ചെയ്യുമ്പോഴും ഒക്കെയാണ് ഈ ഒരു ഡിസീസ് എന്ത് ചെയ്യുക? ബാധിക്കുക. മെയിനായിട്ട് ലങ്സിനെ അഫക്ട് ചെയ്യും, പയ്യെ ബാക്കിയുള്ള കിഡ്നിയെയും ബോണിനെയും ബ്രെയിനെയൊക്കെ പിന്നെ എന്ത് ചെയ്യും? അഫക്ട് ചെയ്യും. ആന്റിബയോട്ടിക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം. അതേപോലെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആന്റിബയോട്ടിക്സ് ആണ് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന പ്രിവെന്റീവ് വാക്സിൻ എന്ന് പറയുന്നത് BCG ആണ്. സോ BCG ഈസ് യൂസ്ഡ് ആസ് ദ പ്രിവെന്റീവ് വാക്സിൻ അഗൈൻസ്റ്റ് ട്യൂബർകുലോസിസ്. സോ ഓർത്തു വെക്കുക, BCG ആണ് ട്യൂബർകുലോസിസിന്. നമ്മൾ അപ്പുറത്ത് പറഞ്ഞത് ഏതാണ്? DTP ആണ് നമ്മളിവിടെ പറഞ്ഞത്. തൊട്ടടുത്ത് വരുമ്പോൾ ട്യൂബർകുലോസിസ് വരുമ്പോഴത്തേക്കും ഏതാണ്? BCG ആണ്. ഇത് രണ്ടും തമ്മിൽ മാറരുത്. ആദ്യം 3 ലെറ്ററേ ഉള്ളൂ, അതുകൊണ്ട് ഓർത്തിരുന്നോണം. റൈറ്റ്. ദെൻ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന വൈറസിനെ പറ്റിയിട്ടാണ് അല്ലെ. ഈ ഒന്ന് ശ്രദ്ധിച്ചേ, ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ വൈറസ് എന്ന് പറഞ്ഞൊരു സാധനം
ഈ ഒരു ഇങ്ങനെ എഴുതി വെച്ചേക്കുന്ന വേറെ എവിടെയെങ്കിലും ഒരു പക്ഷെ വൈറസ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഒരു പേര് അല്ലെ, വൈറസ്. ആ സിനിമയിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വൈറസ് ബാധിക്കുന്നു, കുറെ ആളുകളെ അഫക്ട് ചെയ്യുന്നു, എങ്ങനെയാണ് ഒരു നാട് ഒന്നിച്ച് നിന്നിട്ട് ആ ഒരു അസുഖത്തെ ഓവർകം ചെയ്തത് എന്നുള്ള കാര്യം. സോ നമുക്ക് ആദ്യം എന്താണ് ഈ വൈറസ് നോക്കാം. അപ്പൊ നിങ്ങൾ അന്ന് ഈ വൈറസ് സിനിമ കണ്ടപ്പോൾ ഒരു പക്ഷെ ഓർത്തിട്ടുണ്ടാകും എന്തായി വൈറസ് എന്ന്. എന്താണ് ഈ വൈറസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈറസ് എന്ന് പറഞ്ഞാൽ അതെ ഈ പടത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്നതാണ് വൈറസ്, അങ്ങനെയല്ല കേട്ടോ. ഈ പടത്തിൽ കാണിച്ചതാണ് വൈറസിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. വൈറസ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ഉള്ള ഒരു സാധനമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അതിനകത്ത് ഒരു DNA ഉണ്ടാവും, അതല്ലെങ്കിൽ ഒരു RNA ഉണ്ടാകും. ഇതിനെ ഒരു കോട്ടിങ്ങിനകത്ത്, ഒരു പ്രോട്ടീൻ കോട്ടിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നതാണ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ വൈറസ് എന്ന് പറയുന്നത്. ഒരു പ്രോട്ടീൻ കോട്ട്, ഇതിനകത്തേക്ക് കുറച്ച് DNA RNA മോളിക്യൂളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈറസായി. നമ്മുടെ സാധാ സെല്ലുകളിൽ കാണുന്ന സെൽ ഓർഗനലുകൾ ഒന്നും വൈറസിൽ കാണില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറേ ഉള്ളൂ, ആകെ 2 കമ്പോണന്റേ ഉള്ളൂ, ഒന്നെങ്കിൽ DNA അല്ലെങ്കിൽ RNA, അതുകൂടാതെ ഒരു പ്രോട്ടീൻ കോട്ടും. സോ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുകയും ഹോസ്റ്റ് സെൽ ഏതാണോ, ഇപ്പൊ എന്റെ മേത്താ കയറുന്നുണ്ടെങ്കിൽ എന്റെ ശരീരത്തിലുള്ള ഹോസ്റ്റ് സെല്ലുകളിലേക്ക് അത് കയറി അവിടെ റിപ്ലിക്കേറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ ശരീരത്തിലേക്കാണ് വൈറസ് എൻ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഹോസ്റ്റ്, നിങ്ങളുടെ ശരീരത്തിലായിരിക്കും ഇത് എന്ത് ചെയ്യുന്നുണ്ടാകുക, റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടാകുക. സോ വൈറസസ് ഇൻഫെക്ട് നോട്ട് ഓൺലി ഹ്യൂമൻ ബീയിങ്സ് ബട്ട് ആൾസോ പ്ലാന്റ്സിനെ ബാധിക്കും, മറ്റ് അനിമൽസിനെ ബാധിക്കും, ഈവൻ ബാക്ടീരിയയെ വരെ നമ്മുടെ എന്ത് ബാധിക്കും, വൈറസിന് ബാധിക്കാനായിട്ട് സാധിക്കും. കാരണം ആൾ വളരെ സിമ്പിൾ ആണ്. അപ്പൊ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ആൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്രിസ്മസ് എക്സാം അങ്ങ് അടുത്തല്ലേ. എക്സാം എന്ന് കേട്ട് പാനിക് ആവണ്ട. ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു എക്സ്പേർട്ട് മെന്ററിന്റെ സഹായത്തോടു കൂടി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, PYQ അനാലിസിസ്, സിസ്റ്റമാറ്റിക് റിവിഷൻ എന്നിവയടങ്ങിയ ഒരു കംപ്ലീറ്റ് ക്രാഷ് കോഴ്സ് പാക്കേജ് ഗ്യാൻ ഇന്ത്യ നിങ്ങൾക്കായി വെബ്സൈറ്റിലൂടെ ഫ്രീ ഓഫ് കോസ്റ്റ് നൽകുന്നു. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യൂ.